ഇറാനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ അമേരിക്കൻ നാവികസേനയ്ക്ക് വൻ ആൾനാശമില്ലാത്ത ആകാശാസ്തികളിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചു. അത്യാധുനിക നിരീക്ഷണ ഡ്രോണായ MQ-4C ട്രൈറ്റൺ പേർഷ്യൻ ഗൾഫിൽ തകർന്നു വീണതായി US നാവികസേന സ്ഥിരീകരിച്ചു. ഏകദേശം $240 ദശലക്ഷം വിലമതിക്കുന്ന ഈ ഡ്രോണിന് 2 ലോക്ക്ഹീഡ് മാർട്ടിൻ F-35 യുദ്ധവിമാനങ്ങളെക്കാൾ വിലയുണ്ട്. ഏപ്രിൽ 9 ഹോർമുസ് കടലിടുക്കിന് സമീപം നിരീക്ഷണ പറക്കൽ നടത്തുന്നതിന് കോഡ് 7700 അലർട്ട് എന്ന അടിയന്തര സിഗ്നൽ നൽകിയ ശേഷം ഡ്രോണിനെ കാണാതാവുകയായിരുന്നു. ഡ്രോൺ തകർന്നു വീണതായും എന്നാൽ ജീവനക്കാർക്കൊന്നും പരിക്കേറ്റിട്ടില്ലെന്നും US നേവി കമാൻഡ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ അപകട സംഗ്രഹത്തിൽ വ്യക്തമാക്കി. ഇത് ഒരു ക്ലാസ് എ അപകടമായാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തരം തിരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണിനെ വെടിവെച്ചിട്ടതാണെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഡ്രോൺ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് US നേവി ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നേവി പുറത്തുവിട്ടിട്ടില്ല. 2019 സമാനമായ രീതിയിൽ ഇറാൻ ഒരു RQ-4A ഗ്ലോബൽ ഹോക്ക് ഡ്രോൺ വെടിവെച്ചിട്ടിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ കാരണമായിരുന്നു. ഇറാൻ യുദ്ധം തുടങ്ങിയ ഏപ്രിൽ 1 മുതൽ ഇതുവരെ 24 MQ-9 റീപ്പർ ഡ്രോണുകൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. CBS ന്യൂസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഏകദേശം $720 ദശലക്ഷം സാമ്പത്തിക നഷ്ടമാണ് ഡ്രോണുകൾ തകർന്നതിലൂടെ മാത്രം US-ന് ഉണ്ടായിരിക്കുന്നത്. ഒരു MQ-9 റീപ്പർ ഡ്രോണിന് മാത്രം $30 ദശലക്ഷം വില വരും. അതേസമയം നോർത്രോപ്പ് ഗ്രമ്മൻ വികസിപ്പിച്ചെടുത്ത MQ-4C ട്രൈറ്റൺ ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ നിരീക്ഷണ വിമാനങ്ങളിലൊന്നാണ്. സമുദ്രമേഖലയിലെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും യുദ്ധക്കപ്പലുകളുടെയും മറ്റും സ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. ബോയിംഗ് P-8A പോസിഡൺ വിമാനങ്ങളുമായി ഏകോപിപ്പിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. MQ-4C ട്രൈറ്റൺ പുറമെ E-3 സെൻട്രി അവാക്സ്, A-10 തണ്ടർബോൾട്ട്, C-130 ഹെർക്കുലിസ്, F-15E യുദ്ധവിമാനങ്ങൾ എന്നിവയും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം US വ്യോമസേനയുടെ വിശ്വസ്തനായ A-10 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾക്ക് വൻ പരിഷ്കാരം. പ്രായമേറുന്ന ഈ വിമാനങ്ങളുടെ ആയുസ്സും കരുത്തും വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ റീഫ്യൂലിംഗ് അഡാപ്റ്ററുകൾ വികസിപ്പിക്കുകയാണ് US വ്യോമസേന. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഉൾപ്പെടെയുള്ള നിർണായക ദൗത്യങ്ങളിൽ ഈ വിമാനങ്ങൾ വഹിക്കുന്ന വലിയ പങ്കാണ് ഇത്തരമൊരു മാറ്റത്തിന് പിന്നിൽ. നിലവിൽ KC-135 പോലുള്ള കൂറ്റൻ ടാങ്കർ വിമാനങ്ങളിൽ നിന്നുള്ള ബൂം മോഡ് വഴിയായിരുന്നു A-10 വിമാനങ്ങൾ ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചിരുന്നത്. എന്നാൽ പുതിയ അഡാപ്റ്റർ ഘടിപ്പിക്കുന്നതോടെ ഇവയെ പ്രോബ് ആൻഡ് ഡ്രാഗ് രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതോടെ C-130 അധിഷ്ഠിത ടാങ്കർ വിമാനങ്ങളിൽ നിന്നും ഇന്ധനം സ്വീകരിക്കാൻ A-10 സജ്ജമാകും. പസഫിക് മേഖലയിലെ വരാനിരിക്കുന്ന ദൗത്യങ്ങളിൽ A-10 വിമാനങ്ങളുടെ പ്രഹരശേഷിയും പരിധിയും വർദ്ധിപ്പിക്കാൻ ഈ മാറ്റം സഹായിക്കും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിമാനങ്ങളിൽ ഈ അഡാപ്റ്റർ ഘടിപ്പിക്കാനോ മാറ്റാനോ സാധിക്കുമെന്ന് വ്യോമസേന വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ ബോട്ടുകളെ ആക്രമിക്കാനും ഇറാന്റെ ഉള്ളിൽ തകർന്നു വീണ F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലെ പൈലറ്റിനെ സാഹസികമായി രക്ഷിക്കാനും A-10 വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.